കുക്കിംഗ് വ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ രീതിയിൽ ബീഫിനെ വറുത്തരച്ച് എങ്ങനെ കറി വയ്ക്കണമെന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് ഇവിടെ വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു 2-2.25 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചിയുടെ വേവ് അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും എത്ര വിസിലടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ചാറായിട്ടാണല്ലോ എടുക്കണം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല, അടുക്കി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതിനെ വേവിച്ചെടുക്കാൻ പോകും. ഞാൻ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1.5 കപ്പ് നാളികേരം ചിരകിയതും, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്, എരിവില്ലാത്ത മുളക് കേട്ടോ, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലി. ഇത്തരം സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. നമ്മൾ പൊടികളൊക്കെ അതിനകത്തോട്ട് നേരിട്ട് തന്നെ ചേർത്തേക്കണോണ്ട് ഇനി വേറെ പൊടികൾ ആവശ്യമില്ല. ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക. ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഓണിയനൊക്കെ ഒന്ന് വഴറ്റിയിടും. ചൂടാകുമ്പോൾ ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, എരിവിനനുസരിച്ച് പച്ചമുളക്, 2 മീഡിയം സൈസ് ഓണിയൻ അരിഞ്ഞത്, അത് 1.25 കപ്പ് ഓണിയൻ അരിഞ്ഞതുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയിടണം. നല്ല ബ്രൗൺ കളറിൽ വഴണ്ട് വന്നു കഴിയുമ്പോൾ ഓണിയനെക്കാട്ടിലും ടേസ്റ്റ് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം വരെ ചെറിയുള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ബീഫിന് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കണ നമ്മുടെ നാളികേരത്തിൻ്റെ ഗ്രേവിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മീറ്റ് മസാലയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും 1 ടീസ്പൂണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് നമ്മൾ ആ ഒഴിച്ചേക്കണ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം. നമുക്ക് ഏത് പാകത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുത്താൽ മതി. കറി റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കറി, വറുത്തരച്ച ബീഫ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.